Good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഒരെണ്ണം പ്രിപ്പയർ ചെയ്തു, ഒരെണ്ണം ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ തന്നിരുന്നു. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. There are two comparative statements. First one comparative balance sheet and second one comparative income statement or profit and loss account. Then a comparative income statement will show the operating results for two periods and the amount as well as percentage increase in them. ഇത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കണ്ടു. അവിടെ നമ്മൾ രണ്ട് പീരീഡിലെ അസറ്റ്സും ലയബിലിറ്റീസും ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ചെയ്യുന്ന ബേസ് ഇയറിൽ പ്രീവിയസ് ഇയറിലെ വെച്ച് കറണ്ട് ഇയറിൽ എത്ര മാത്രം ഇൻക്രീസ് ഉണ്ടായി, എത്ര ഡിക്രീസ് ഉണ്ടായി, അത് എത്ര പെർസെൻറ്റേജ് ആണ് എന്നാണ് നമ്മൾ അവിടെ ചെയ്തത്. ഇവിടെ നമ്മൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ രണ്ട് പീരീഡിലെ ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതായത് സെയിൽസ് എത്രയാണ്, ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയാണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്ര, അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് എത്ര, ഇങ്ങനെ സ്ഥാപനത്തിന്റെ വർക്കിംഗ് റിസൾട്ട് ആണ് രണ്ട് പീരീഡിലെ വർക്കിംഗ് റിസൾട്ട് ആണ് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻസ് ദ relationship between sales and cost of goods sold and its effect on gross profit. അതായത് ഈ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെയിൽസും ദെൻ മറ്റ് കോസ്റ്റിന്റെ മറ്റു ഘടകങ്ങളായ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ട്, ദെൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഇങ്ങനെയുള്ള ആ ഐറ്റംസും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് ആയിട്ട് ഞാൻ ക്വസ്റ്റ്യനിൽ തരുന്നില്ല, ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സിൽ തരുന്നില്ല. കാരണം കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിന് നമ്മൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിന് ഉള്ളതുപോലെ തന്നെ ഒരു പർട്ടിക്കുലേഴ്സ് കോളവും 4 എമൗണ്ട് കോളാണ്. അതിൽ ഒന്ന് പ്രീവിയസ് ഇയറിലത്, രണ്ടാമത്തെ കോളം ഫോർ റെക്കോർഡിംഗ് ഐറ്റംസ് റിലേറ്റിംഗ് ടു കറണ്ട് ഇയർ, ഇത് കറണ്ട് ഇയറുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് എഴുതാൻ രണ്ടാമത്തെ കോളം. ദെൻ മൂന്നാമത്തെ കോളം നമ്മൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിലുള്ള പോലെ തന്നെ അബ്സല്യൂട്ട് ചേഞ്ച് ആണ്, ഇത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, ഇത് ഫസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇയർ കറണ്ട് ഇയറിൽ പ്രീവിയസ് ഇയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ഇയറിൽ ഐറ്റത്തിന് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, ആണെങ്കിൽ അതിന്റെ അബ്സല്യൂട്ട് എമൗണ്ട്, അതായത് ഫിഗേഴ്സ് എത്രയാണ് വർധനം അല്ലെങ്കിൽ എത്രയാണ് ഡിക്രീസ് എന്ന് കാണിക്കുന്നതിനുള്ളൊരു കോളം. ദെൻ ലാസ്റ്റ് കോളം പെർസെൻറ്റേജ് ചേഞ്ചസ് ആണ്. അത് നമ്മൾ നേരത്തെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഇൻക്രീസ് അല്ലെ ഡിക്രീസ് കോളത്തിലെ എമൗണ്ടിനെ പ്രീവിയസ് ഇയറിന്റെ എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് ഇൻക്രീസോ ഡിക്രീസോ കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾ പഠിച്ച T ഷേപ്പിലുള്ളതല്ല. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യും. ദെൻ നമ്മൾ ആദ്യം സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്ത് ദെൻ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുകയും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുകയും ചെയ്തിട്ടാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ എത്തുന്നത്. അല്ലാതെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിങ്ങൾ മുമ്പ് പഠിച്ച മെത്തേഡ് പ്രകാരമുള്ള T ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ പുതിയ ഫോർമാറ്റ് പ്രകാരമോ അല്ല. നമ്മൾ റീഅറേഞ്ച് ഐറ്റത്തിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യും, ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ആക്കും. അപ്പൊ എങ്ങനെയാണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ അടിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഒരു കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് കാണാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 2 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. 31 മാർച്ച് 2018 31 മാർച്ച് 2019 ആണ് ഈ 2 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് എക്സ്പെൻസും ഇൻകം ഒക്കെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഐറ്റംസ് ഡെബിറ്റ് സൈഡിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്, പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ട്, ദെൻ അതിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട്, ദെൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ട്, ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ട്, പിന്നെ ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് സെയിൽസ് ഉണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ട്,
ഇത് 2 പീരീഡിലും തന്നിട്ടുണ്ട്. ദെൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 2 പീരീഡിൽ തന്നിട്ടുണ്ട്. 20,000 26,000 ആണ് നെറ്റ് പ്രോഫിറ്റ് 2 വർഷത്തെ. ദെൻ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പൊ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് ടി ഷേപ്പിലെല്ലാം നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കും. എന്നിട്ട് നമ്മൾ ഐറ്റത്തിന് സെയിൽസിൽ നിന്ന് ലെസ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഒരു കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ഞാൻ ഫോർമാറ്റ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ദെൻ അത് വെച്ചിട്ട് നമുക്ക് ഈ ഐറ്റംസ് ഓരോന്നും ഇങ്ങോട്ട് എഴുതാം. അപ്പോൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ് ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2018 and 19. ഇത് 2 വർഷത്തെ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലെ കോളംസ്, ഒരു കോളം പർട്ടിക്കുലേഴ്സ് ആണ്. ദെൻ രണ്ടാമത്തെ കോളം നമ്മളുടെ പ്രീവിയസ് ഇയർ 2018-19 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കോളം 2018 എമൗണ്ട് എഴുതാൻ, നെക്സ്റ്റ് കോളം 2019. ദെൻ മൂന്നാമത്തെ കോളം ഇത് രണ്ടിലുമുള്ള ചേഞ്ച്, ഇത് രണ്ടും തമ്മിലുള്ള ചേഞ്ച് ആണ്. ഇത് 2019 എമൗണ്ടും 2018 എമൗണ്ടും തമ്മിലുള്ള ചേഞ്ചസ് ആണ്. അത് ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ ആണ്. അത് ഞാൻ എമൗണ്ട് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് കാണിക്കും, ഇൻക്രീസ് ആണെങ്കിൽ അതുപോലെ എഴുതും. ദെൻ ലാസ്റ്റ് കോളം പെർസെൻറ്റേജ് ഇൻക്രീസ് ബാർ ഡിക്രീസ് ആണ്. ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് കാണുന്നത് ദെൻ അബ്സല്യൂട്ട് ഇൻക്രീസിന്റെ എമൗണ്ടിനെ 2018 എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് പെർസെൻറ്റേജ് കിട്ടുക. അപ്പോൾ ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ് സെയിൽസ് ആണ്, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കും, ഡിഫറൻസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 2 ഐറ്റം ഉള്ളത് കൊണ്ട് രണ്ടും ഞാൻ എഴുതി, അത് ടോട്ടൽ ചെയ്തിട്ടാണ് ഇവിടുന്ന് കുറയ്ക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് അതിന്റെ ടോട്ടൽ എടുക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വെച്ചാൽ ബിസിനസിന്റെ മെയിൻ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുക. അതിൽ അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഒക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വരുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ചാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അതായത് പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻ, അതായത് ബിസിനസിന്റെ മെയിൻ ഓപ്പറേഷന് കിട്ടിയ പ്രോഫിറ്റ് ആണ് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിനോട് കൂടി നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇങ്ങനെയുള്ള ബിസിനസിന്റെ മെയിൻ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ പർച്ചേസ് ആൻഡ് സെയിൽ ആണ്, അല്ലെങ്കിൽ മാനുഫാക്ചർ ആൻഡ് സെയിൽ ആണ് മെയിൻ ഓപ്പറേഷൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടാത്ത ഐറ്റംസ്, അതിൽ നിന്നുള്ള സെയിൽസിൽ നിന്നുള്ള ഇൻകം ആണ് നമ്മളുടെ മെയിൻ ഓപ്പറേറ്റിംഗ് ഇൻകം. അതല്ലാതെയുള്ള നമുക്ക് മിസലേനിയസ് റിസീവ്സ്, അതായത് ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അതിന് നമ്മളേറെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്നാണ്. ഈ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യുകയും, അതേപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ടാകും. അതായത് ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇത് ബിസിനസിന്റെ മെയിൻ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് ഫിനാൻസിങ് ആക്ടിവിറ്റി, അതായത് ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, ഡിവിഡൻഡ് കൊടുക്കുന്നു, ഇതൊക്കെ നോൺ ഓപ്പറേറ്റിംഗിൽ വരുന്നതാണ്. അപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, അതായത് ഇൻകം ടാക്സിന് മുമ്പുള്ള ടാക്സ് ആണ്. ദെൻ അതിൽ നമ്മൾ ടാക്സിന്റെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ആ ടാക്സ് പ്രൊവിഷൻ കൂടി ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇതാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിലെ ഫിഗേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് നെറ്റ് സെയിൽസ് ആണ്. അപ്പോൾ നെറ്റ് സെയിൽസ് നമ്മളുടെ 2 വർഷത്തെ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 2018 2 lakh ആണ്, 2019 2,40,000 ആണ്. അപ്പോൾ നമ്മൾ നെറ്റ് സെയിൽസ് എന്നുള്ള കോളത്തിൽ 2018 2 lakh, then 2019 2,40,000. then next കോളം നമുക്കറിയാം ഡിഫറൻസ് ആണ്. 2,40,000 minus 2 lakh is equal to 40,000. 40,000. ഇനി നമുക്ക് കാണി 40,000 2 lakhന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ്? 40,000 ആണത്, 2 lakhന്റെ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നതാണ്? അപ്പോൾ 40,000 divided by 2 lakh into 100 ആണ്, which is equal to 20%.
അപ്പോൾ കഴിഞ്ഞ 2018 അപേക്ഷിച്ച് 2019 സെയിൽസ് 20% വർധനവുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഒരിക്കൽ കൂടി പറയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ അതുപോലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് പർച്ചേസസ് ആഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതി ഇവിടെ തന്നെ എഴുതിയിട്ടാണ് നമ്മൾക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2018 80,000, 2019 95,000. നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് എഴുതാം. 80,000 and 95,000. Then 95,000 minus 80,000 increase ആണ്. Then 15,000 increase ആണ്. ആ 15,000 നമ്മൾ മൂന്നാമത്തെ കോളത്തിൽ എഴുതുന്നു. Then നമുക്ക് പെർസെൻറ്റേജ് കാണണം. 15,000 divided by 80,000 into 100 is equal to 18.75. ഇത് കഴിഞ്ഞ 2018 അപേക്ഷിച്ച് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ വർധനവ് 18.75%. അപ്പോൾ നെക്സ്റ്റ് നമ്മളുടെ ഫോർമാറ്റിൽ വരേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ നമ്മൾ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ എമൗണ്ട് ലെസ് ചെയ്ത എമൗണ്ട് ഇവിടെ എഴുതുക. 2018 2 lakh minus 80,000 ആണ്, which is equal to 1,20,000. Then 2019 2,40,000 minus 95,000, which is equal to 1,45,000. Then ഇത് തമ്മിൽ കമ്പയർ ചെയ്യാം. 2018 1,20,000, 2019 1,45,000 ആണ്. 1,45,000 minus 1,20,000 is equal to 25,000. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഗ്രോസ് പ്രോഫിറ്റിൽ 25,000 ഇൻക്രീസ് ഉണ്ട്. ആ 25,000 എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാം. 25,000 ഡിവൈഡഡ് ബൈ 1,20,000 into 100, which is equal to 20.83%. ഇത് 20.83% വർധനവാണ് ഗ്രോസ് പ്രോഫിറ്റിൽ 2019 ഉണ്ടായിട്ടുള്ളത് ആസ് കമ്പയർഡ് ടു 2018. Then next വരേണ്ടത് നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ടോട്ടൽ അല്ല നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും വേറെ വേറെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും എഴുതി ആഡ് ചെയ്തിട്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിന് ലെസ് ചെയ്യാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒരു ഐറ്റം മാത്രമേ ഉള്ളെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് എഴുതാം. ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് എഴുതി എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതി പോകാം. ഇവിടെ രണ്ട് ഐറ്റം ഉള്ളത് കൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടിയിട്ടാണ് വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടെ എടുത്തിട്ടാണ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നത് ലെസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിന്റെ എമൗണ്ട് നോക്കാം. നമുക്ക് 60,000 75,000 ആണ്. ഈ 60,000 75,000 നമുക്ക് അതാത് കോളത്തിൽ എഴുതാം. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 2018 60,000, then 2019 75,000. then കമ്പയർ ചെയ്യാം. ഇൻക്രീസ് ആണ് 15,000 ഇൻക്രീസ് ആണ്. ഈ 15,000 ഇൻക്രീസ് 60,000ന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാം. 15,000 ഡിവൈഡഡ് ബൈ 60,000 into 100, which is equal to 25%. then next വരുന്ന ഐറ്റം സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസിന്റെ എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം. 28,000 and 26,000 ആണ്. അപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസ് 28,000 26,000 നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് എഴുതാം. 28,000 26,000 കമ്പയർ ചെയ്യാം. അപ്പോൾ 2018 28,000, 2019 26,000. അപ്പോൾ അവിടെ ഡിക്രീസ് ആണ്, 2,000 ഡിക്രീസ് ആണ്. ആ 2,000 നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുക, കാരണം അത് ഡിക്രീസ് ആണ്, മൈനസ് ആണ് ഫിഗർ 2,000. ദെൻ പെർസെൻറ്റേജ് നോക്കാം നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണെന്ന്. 2,000 ഡിവൈഡഡ് ബൈ 28,000 into 100, which is equal to 7.5%.
7.14%. Then അത് നമ്മൾ ബ്രാക്കറ്റിൽ ഇടാം, കാരണം അവിടെ ഡിക്രീസ് ആണ്. അപ്പോൾ 7.14 എന്നുള്ളതും ബ്രാക്കറ്റിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 2018 60,000 പ്ലസ് 28,000 വിച്ച് ഈസ് ഈക്വൽ ടു 88,000. ദെൻ 2019 75,000 പ്ലസ് 26,000 1,01,000. Then 1,01,000 88,000. Then difference കാണാം. 1,01,000 minus 88,000 is equal to 13,000. Difference 13,000 increase ആണ്. ആ 13,000 88,000 എത്ര പെർസെൻറ്റേജ് ആണെന്ന് കാണാം. 38,000 divided by 88,000 into 100 which is equal to 14.7%. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 14.7% വർധനവാണുള്ളത്. പിന്നെ നമുക്ക് കാണേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ഞാൻ സ്മോൾ ലെറ്റർ എ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ ടോട്ടൽ ഞാൻ സ്മോൾ ലെറ്റർ ബി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് എ മൈനസ് ബി അതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക. അപ്പോൾ 2018 1,20,000 മൈനസ് 88,000 ആണ്, which is equal to 32,000. Then 2019 1,45,000 minus 1,01,000 which is equal to 44,000. Then 44,000 32,000 ആണ് ഡിഫറൻസ് കാണാം. 12,000 ഇൻക്രീസ് ആണ്. 32,000 എന്നുള്ളത് 44,000 ആയി. അപ്പോൾ 12,000 ഇൻക്രീസ് ആണ്. Then ഇൻക്രീസിന്റെ പെർസെൻറ്റേജ് 12,000 divided by 32,000 into 100 which is equal to 37.50. ഇത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ ഇൻക്രീസ് 37.5%. ഇനി നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനോട് കൂടി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യാം. ഈ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നോക്കുക. അവിടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ട്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം 2018 8,000 2019 6,000 ആണ്. 8,000 6,000 നമുക്ക് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് എടുത്ത് എഴുതാം. 2018 8,000 then 2019 6,000 then കമ്പയർ ചെയ്യുക. 8,000 ഉള്ളത് 6,000 ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 2,000 ഡിക്രീസ് ആണ്. ഡിക്രീസ് 2,000 then മൈനസ് ആണ്. നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുക 2,000 then 2,000 8,000 എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാം. then 25%. അതും ബ്രാക്കറ്റ് കൊടുക്കുക, ഡിക്രീസ് ആണ്. then ഇത് രണ്ടും ഇത് ആഡ് ചെയ്യുക. ഇത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനോട് കൂടി നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യാം. അപ്പം 2018 32,000 പ്ലസ് 8,000 ആണ്, which is equal to 40,000. Then 2019 44,000 plus 6,000 ആണ്, is equal to 50,000. Then add ചെയ്യാം. Then difference ആയത് 50,000 minus 40,000 is equal to 10,000 increase ആണ്. 10,000 then increase in the percentage കാണാം. 10,000 divided by 40,000 into 100 which is equal to 25%. Increase ആണ് 25%. Then next
ഇത് നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ് പെയ്ഡ് ഇതേപോലുള്ള ഐറ്റംസ് ഒക്കെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 5,000 6,000 ആണ്. 2018 5,000 ആൻഡ് 2019 6,000. ഇത് നമുക്ക് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് എടുത്ത് എഴുതാം. 5,000 and 6,000. Then compare ചെയ്യാം. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ 1,000 ഇൻക്രീസ് ആണ്. 1,000. Then percentage 1,000 divided by 5,000 into 100 is equal to 20. നമ്മൾ ഐറ്റംസ് ഒക്കെ എഴുതി. ഇനി നമുക്ക് കാണേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഇത് ടാക്സിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ്. നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനോട് കൂടി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 40,000 കിട്ടി. ദെൻ അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയ 5,000 ലെസ് ചെയ്യുക. അപ്പോൾ 2018 നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 35,000. Then 2019 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനോട് കൂടി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്ത് 50,000. ആ 50,000 നിന്ന് 6,000 ലെസ് ചെയ്യാം. ഇസ് ഈക്വൽ ടു 44,000. Then ഡിഫറൻസ് ആണ് 44,000 മൈനസ് 35,000 ഇസ് ഈക്വൽ ടു 9,000. 9,000 ഇൻക്രീസ് ആണ്. ഈ 9,000 35,000ന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാം. 25.71%. ഇത് നെറ്റ് പ്രോഫിറ്റ് ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റ് ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ ടാക്സ് ലെസ് ചെയ്യേണ്ടത്. അവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പ്രൊവിഷൻ ഫോർ ടാക്സ് എന്നൊരു ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സ് 2018 15,000, 2019 18,000. ദെൻ ആ എമൗണ്ട് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് കൊണ്ടുവരാം. 15,000 ആൻഡ് 18,000. ദെൻ ഡിഫറൻസ് കാണാം. 3,000 ഇൻക്രീസ് ആണ്. ദെൻ ഡിഫറൻസിന്റെ പെർസെൻറ്റേജ് 3,000 ഡിവൈഡഡ് ബൈ 15,000 ഇൻറ്റു 100 which is equal to 20. ദെൻ നമുക്ക് കണ്ട നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. അത് ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റ് 2018 35,000 ആണ്. ടാക്സേഷൻ പ്രൊവിഷൻ 15,000 ആണ്. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2018 നെറ്റ് പ്രോഫിറ്റ് 20,000. Then 2014 44,000 ആണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. Then പ്രൊവിഷൻ ഫോർ ടാക്സ് 18,000. Then ഡിഫറൻസ് കാണാം 26,000. Then കമ്പയർ ചെയ്യാം. 2019 26,000, 2018 20,000. അപ്പോൾ ഇൻക്രീസ് ആണ് നെറ്റ് പ്രോഫിറ്റ് 6,000 ഇൻക്രീസ്. 6,000 20,000 എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാം. 6,000 ഡിവൈഡഡ് ബൈ 20,000 into 100 which is equal to 30%. അപ്പോൾ ഇതാണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. നമ്മൾ 2 വർഷത്തെ ഇൻകം എക്സ്പെൻസ് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് പിന്നെ അതിൽ നെറ്റ് സെയിൽസ് നോക്കാം. 2018 2,40,000, 2019 അപ്പോൾ എബ്സല്യൂട്ട് ഇൻക്രീസ് എന്ന് പറയുന്നത് 40,000 ആണ്. ഈ എബ്സല്യൂട്ട് ഇൻക്രീസ് 40,000 എന്ന് പറയുന്നത് കഴിഞ്ഞ 2018 കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസിൽ 20% ഇൻക്രീസ് ഉണ്ട്. അത് ലാസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ഇയറിൽ സെയിൽസിൽ 20% ഇൻക്രീസ് വന്നിട്ടുണ്ട്. ദെൻ സെയിൽസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കൂടും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലും ഇൻക്രീസ് വന്നിട്ടുണ്ട്. ബട്ട് ആസ് കമ്പയർഡ് ടു ഇൻക്രീസ് ഇൻ സെയിൽസ് ദെൻ പെർസെൻറ്റേജ് കുറവാണ്. കാരണം 18.75% ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻക്രീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിൽ കഴിഞ്ഞ വർഷത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസ് 20% ഇൻക്രീസ് ആയപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 20.83% ഇൻക്രീസ് വന്നു. അത് കാണിക്കുന്നത് ആ ഇൻക്രീസ് സെയിൽസിനെ കഴിഞ്ഞ് കമ്പാരിറ്റീവ് ആയിട്ട് സെയിൽസിനെ കഴിഞ്ഞും കൂടുതൽ ഇൻക്രീസ് ഗ്രോസ് പ്രോഫിറ്റിൽ വന്നതിന് കാരണം നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ
ഇൻക്രീസ് കുറവാണ്. ഇത് 18.75% ഇൻക്രീസ് ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസിന്റെ ഇൻക്രീസിനെ കഴിഞ്ഞും കൂടുതൽ ഇൻക്രീസ് ഗ്രോസ് പ്രോഫിറ്റിലൂടെ വന്നത്. ഇനി നമുക്ക് അടുത്ത ഓപ്പറേറ്റിംഗ് ഐറ്റംസ് നോക്കാം. അതിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഇൻക്രീസ് ആണ്, 25% ഇൻക്രീസ് ഉണ്ട്. സെല്ലിംഗ് എക്സ്പെൻസ് 7.14% ഡിക്രീസ് ആണ്. അപ്പൊ ഇവിടെ ഈ രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ ഓവറോൾ ഇൻക്രീസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 14.7%. ആ 14.7% ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വർധനവുണ്ട്. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഗ്രോസ് പ്രോഫിറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2018 32,000 ആണ്, 2019 44,000 ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 32,000 അത് 44,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 12,000 ഇൻക്രീസ് ആണ് വന്നത്. ദെൻ പെർസെൻറ്റേജിൽ നോക്കിയാൽ 37.50%. അപ്പോൾ ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 37.50 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റിൽ 20% വർധനവാണ്. പക്ഷെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 37.5% വർധന വരാനുള്ള കാരണം നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ ഇൻക്രീസ് ഓൺലി 14.7%. അതായത് 14.7% മാത്രമേ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വർദ്ധിച്ചിട്ടുള്ളൂ. സെയിൽസ് 20% കൂടിയെങ്കിലും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്യാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. കാരണം ആ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 14.7% മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് 37.5% ആയിട്ട് ഇൻക്രീസ് കിട്ടിയത്. ദെൻ നെക്സ്റ്റ് നോക്കാം, നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം നോക്കാം. 8,000 6,000 ആണ്. ദെൻ അവിടെ കുറവാണ്, 2,000 രൂപ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറവാണ്. അപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയുമ്പോൾ തീർച്ചയായിട്ടും അത് നെറ്റ് പ്രോഫിറ്റിൽ കുറവുണ്ടാവും. ദെൻ ഇവിടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ 25% ഡിക്രീസ് ഉണ്ട്. ദെൻ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് വരുന്നത് 40,000 50,000 ആണ്. ദെൻ അത് 2 വർഷം കൂടി കമ്പയർ ചെയ്യുമ്പോൾ 10,000 ഇൻക്രീസ് ആണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ് 25% ഇൻക്രീസ് ആണ് ആ പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ഇതിനോട് കൂടി ആഡ് ചെയ്യുന്നത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എടുത്താൽ 5,000 6,000 ആണ്. എന്ന് പറഞ്ഞാൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ 1,000 ഇൻക്രീസ് ആണ്. ഇതും നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് കുറയുന്നതിന് ഒരു കാരണമാണ്. അത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയുകയും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് നമുക്ക് എന്തായാലും നമ്മളുടെ നെറ്റ് പ്രോഫിറ്റിൽ വരും. അപ്പോൾ ഇവിടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 20% ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. അപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചിട്ട് നമ്മളുടെ ഇൻകം ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റ് നോക്കിയാൽ 2018 35,000, 2019 44,000. ദെൻ വർധനവ് 9,000 ആണ്. 9,000 എന്ന് പറയുന്നത് 25.71%. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 25.71% വർദ്ധിച്ചത്. ആ 25.71% വർദ്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറഞ്ഞു, അത് പ്രോഫിറ്റ് കുറയാനൊരു കാരണമായി. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടി, അതും പ്രോഫിറ്റ് കുറയാനൊരു കാരണമായി. പക്ഷേ ഈ 25% വർധന വന്നത് അവിടെ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലുള്ള വർധനവ് കുറവായതുകൊണ്ടാണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 14.7% മാത്രം വർദ്ധിച്ചത് കൊണ്ടാണ് ഇത്രയൊരു ഇംപ്രൂവ്മെന്റ് നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ ഉണ്ടായത്. ദെൻ നെക്സ്റ്റ് വരേണ്ടത് പ്രൊവിഷൻ ഫോർ ടാക്സ് ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സ് 15,000 18,000 ആയി. അതായത് 3,000 ഇൻക്രീസ് ആണ്. പെർസെൻറ്റേജ് വൈസ് നോക്കിയാൽ 2018 20% ടാക്സ് പ്രൊവിഷന്റെ എമൗണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 20,000 26,000 ആണ്. എന്ന് പറഞ്ഞാൽ 6,000 ഇൻക്രീസ് ആണ്. 6,000 ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 30% ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ 30% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ അതൊരു സാറ്റിസ്ഫാക്ടറി ഗുഡ് തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്രോഫിറ്റിൽ 30% വർധന ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അവരുടെ പെർഫോമൻസ് സാറ്റിസ്ഫാക്ടറി ആണ്, അല്ലെങ്കിൽ ഗുഡ് ആണ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഞാൻ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കമന്റ് ഓൺ ദ കറണ്ട് ഫിനാൻഷ്യൽ കമന്റ് ഓൺ ദ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ
കമന്റ് ആ റിസൾട്ടിൽ കമന്റ് നമ്മൾ താഴെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മൾ കമന്റ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ കമന്റ്സ് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് ഇവിടെ കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് കമന്റ് ചെയ്യാനുള്ള കാര്യം ഒന്ന് സെയിൽസിലുള്ള ഇൻക്രീസ് കാണിക്കണം, ദെൻ അതേപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റുള്ള ഇൻക്രീസ് കാണിക്കണം. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള സെയിൽസിനെ അപേക്ഷിച്ച് അതിന്റെ പെർസെൻറ്റേജിലും കൂടുതൽ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറഞ്ഞതാണ്, അത് നമുക്ക് സൂചിപ്പിക്കണം. പിന്നെ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ വർധനവാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 37.50% വർധനവുണ്ട്. അതിനൊരു കാരണം നമ്മളുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ വർധനവിന്റെ തോത് താരതമ്യേന കുറവായതുകൊണ്ടാണ്. പിന്നെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറഞ്ഞിട്ടുണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിൽ നമ്മളുടെ നെറ്റ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കമന്റ്സ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ താഴെ കമന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ്, ഡ്യൂറിംഗ് ദ ഇയർ 2019 net sales have increased by 20%, whereas the cost of goods sold increased only by 18.75%. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. സെയിൽസിൽ 20% വർധനവുണ്ട്, പക്ഷേ കോസ്റ്റിന്റെ വർധനവ് 18.75%. അതുകൊണ്ട് തന്നെയാണ് ഗ്രോസ് പ്രോഫിറ്റ് ഇൻക്രീസ് 20.83% ആയത്. പിന്നെ നമ്മളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ വർധനവ് 37.5% ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അവിടെ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് 14.7% മാത്രമാണ്. പിന്നെ നമ്മൾ പറയുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. അതിന്റെ ഇൻക്രീസ് 30% ആണ്. അതിൽ ഞാൻ പറഞ്ഞു ഇറസ്പെക്റ്റീവ് ഓഫ് ഫാൾ ഇൻ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം 2000 കുറഞ്ഞിട്ട് 25% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കേസ് ഉണ്ടായിട്ടും നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 30% ഇൻക്രീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മൊത്തത്തിലൊരു കൺക്ലൂഷൻ പറഞ്ഞാൽ ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി ഈസ് ഗുഡ് എന്ന് നമുക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഒരു കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക, then അതിൽ നോക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് കമന്റ്സും കൊടുക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.